Good morning, dear students. Welcome to the new video of Master Brains. I am Shabib, your English teacher. Today we are going to discuss the first chapter in our English textbook. Okay? It's a very simple story, and the name of the story is Adventures in a Banyan Tree, and it is written by the famous writer Ruskin Bond. Before entering into the chapter, let me give you a brief introduction about this story. Okay? The main character of this story is a boy, and the boy is the narrator here. It means the character I. ഇപ്പോൾ ബോയ് പറയുന്ന രീതിയിൽ ബോയുടെ ആംഗിളിലാണ് നമ്മുടെ ഈ സ്റ്റോറി പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കം ടു ദി ഫസ്റ്റ് പാരഗ്രാഫ്. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. So two characters are coming here in the opening sentence itself. Who are they? One is our narrator, the boy, and the second character is grandfather. രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ നരേറ്റർ ആയിട്ടുള്ള ബോയ്, ദെൻ ദ സെക്കൻഡ് ക്യാരക്ടർ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ബോയ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ഈ പഴയ തറവാട് വീട് ഇതിൻ്റെയൊക്കെ മൊത്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. ഗ്രാൻഡ് ഫാദറിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഈ നമ്മുടെ ഈ സ്റ്റോറിയിലുള്ള നമ്മുടെ ഈ ബോയുടെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, എവറിത്തിങ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗ്രാൻഡ് ഫാദർ എക്സെപ്റ്റ് വൺ തിങ്. ഒരു സ്ഥലത്ത് മാത്രം ഗ്രാൻഡ് ഫാദർ എത്തുന്നില്ല. എവിടെയാണ്? ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ദി ഓൾഡ് ബനിയൻ ട്രീ. ഓക്കെ, ബനിയൻ ട്രീയുടെ അടുത്തേക്ക് മാത്രം ഗ്രാൻഡ് ഫാദർ വരുന്നില്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ദ റീസൺ ഈസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ്. ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ് ഈസ് 65. ഈ പ്രായത്തിൽ ഈ ബനിയൻ ട്രീ കയറാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് നമ്മുടെ ഗ്രാൻഡ് ഫാദർ വരുന്നില്ല. ഗ്രാൻഡ് ഫാദർ വരാത്തത് കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ബോയ്ക്ക് കിട്ടുന്നു. ഓക്കെ, ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് മദർ, ദ തേർഡ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, ദറ്റ് ഈസ് ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഗ്രാൻഡ് ഫാദർ. ടീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. ഓക്കെ, ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ ഈ കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കളിയാക്കുന്നു. അതായത് ബനിയൻ ട്രീ കയറാൻ കഴിയാത്തതിനെ പറ്റി പറഞ്ഞ് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ ഇടയ്ക്ക് എന്ത് ചെയ്യും? ടീസ് ചെയ്യും. അതിന് ഗ്രാൻഡ് മദർ ഒരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്. And would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. ഇതിന് ഗ്രാൻഡ് മദർ പറയുന്ന ഒരു എക്സാമ്പിൾ ഒരു ഇംഗ്ലീഷ് വുമൻ്റെ സ്റ്റോറിയാണ്. വാട്ട് ഹാപ്പൻ ടു ദി ഇംഗ്ലീഷ് വുമൺ? ദാറ്റ് ഇംഗ്ലീഷ് വുമൻ ലീവ്ഡ് അപ് ടു ദി ഏജ് ഓഫ് 117. 117 വയസ്സ് വരെ എന്ത് ചെയ്യുന്നു? ആ ഇംഗ്ലീഷ് വുമൺ ജീവിച്ചു. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ആ പ്രായം വരെ ഒരു ആപ്പിൾ ട്രീ അവർ കയറിയിരുന്നു. ആ 117 ആ വയസ്സിൽ എന്ത് ചെയ്യുന്നു? ഒരു ആപ്പിൾ ട്രീ കയറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വീഴുന്നു. അങ്ങനെ മരണപ്പെടുകയാണ് ആ ഇംഗ്ലീഷ് വുമൻ്റെ കേസിൽ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അപ് ടു ദി ഏജ് ഓഫ് 117 ഷീ ക്ലൈംബ് ദി ആപ്പിൾ ട്രീ. ആ പ്രായം വരെ ആപ്പിൾ ട്രീ കയറാൻ കഴിഞ്ഞു. വാട്ട് ഈസ് ദി ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ? ഗ്രാൻഡ് ഫാദേഴ്സ് ഏജ് ഈസ് 65. ഓക്കെ, ഈ 65 ആയപ്പോഴേക്കും ഒരു ബനിയൻ ട്രീ കയറാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ എന്ത് ചെയ്യുന്നത്? ടീസ് ചെയ്യുന്നു. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. Now the structure of banyan tree. ഈ ബനിയൻ ട്രീ നമ്മുടെ ബോയ്ക്ക് വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? വാട്ട്സ് ദ റീസൺ? ദ റീസൺ ഈസ് ഇറ്റ്സ് സ്ട്രക്ചർ. അതിൻ്റെ ഘടന, ഒരുപാട് ബ്രാഞ്ചസും, അതായത് ഈ ബോയ്ക്ക് കളിക്കാനുള്ള ഒരുപാട് സ്പേസ് ആ ബനിയൻ ട്രീയിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ബോയ്ക്ക് എന്ത് കൊടുക്കുന്നു? ഇറ്റ് ഗീവ്സ് എൻഡ്ലെസ് പ്ലഷർ ടു ദ ബോയ്. പ്ലഷർ മീൻസ് ഹാപ്പിനെസ്. ഓക്കെ, നല്ല ഹാപ്പിനെസ് നമ്മുടെ ബോയ്ക്ക് കിട്ടുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. Now the age of this tree is very old, older than the house,
older than the grandfather and older than the town of Jehra. ഓക്കെ, ഇതിനേക്കാളൊക്കെ വളരെ പ്രായമുള്ള അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ട്രീ ആണ് നമ്മുടെ ഈ ബനിയൻ ട്രീ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ സമ്മറി എന്ന് പറയുന്നത് എന്താണ്? ദ മെയിൻ ക്യാരക്ടേഴ്സ്, 3 characters ആർ ദെയർ. വൺ ഈസ് ദ നരേറ്റർ, ദ ബോയ്, ദെൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് എ ഗ്രാൻഡ് മദർ. ഓക്കെ, ഒരു ബനിയൻ ട്രീ ആണ് നമ്മുടെ സ്റ്റോറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ ബനിയൻ ട്രീ ഒഴികെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൺട്രോളിലാണ്. ഈ 65 എന്നുള്ള ഈ ഏജിൽ ബനിയൻ ട്രീ കയറാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ചാർജ്, അതിൻ്റെ ഒരു ഫ്രീഡം, അത് എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡം ആർക്ക് കിട്ടുന്നു? നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ബോയ്ക്ക് കിട്ടുന്നു. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു. ദാറ്റ് ഇസ് അവർ പാരഗ്രാഫ് നമ്പർ 1. ഓക്കെ സ്റ്റുഡൻസ്, വി ക്യാൻ മൂവ് ടു പാരഗ്രാഫ് നമ്പർ 2. ഓക്കെ, നമ്മുടെ ഈ സ്റ്റോറിയിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ്സ് അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ സ്ക്യൂരൽ. എന്താണ് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറി? അതിലേക്ക് നമുക്ക് കിടക്കാം. പാരഗ്രാഫ് നമ്പർ 2. My first friend and familiar was a small grey squirrel. Now comes a new character here. Who is the new character? It's a squirrel. What's the size of this squirrel? Small one. What's the color of the squirrel? Grey. A small grey squirrel, and it is the first friend of our boy. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. Actually, this banyan tree was the private property of this squirrel. The squirrel was enjoying the freedom there. Okay, നമ്മുടെ ഈ ബോയ് വന്നതോടുകൂടി സ്ക്യൂരലിൻ്റെ ആ ഒരു പ്രൈവസി അതെന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഈ നമ്മുടെ ബോയുടെ ഈ ബനിയൻ ട്രീയിലേക്കുള്ള വരവ് സ്ക്യൂരലിനെ സംബന്ധിച്ച് എന്താണ്? ഇസ് ആൻ ഇൻവേഷൻ. അതൊരു അതിക്രമിച്ച് കിടക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, there you can see one word, resent. What's the idea of resent? Resent പറഞ്ഞാൽ വെറുക്കുക. സ്ക്യൂരലിനെ നമ്മുടെ ബോയുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നില്ല, because it affects its freedom. Okay, but when he found that I did not arm myself with a catapult or air gun, he became friendlier. Then the squirrel got an idea about the character of the boy. ഈ ബോയുടെ കയ്യിൽ എന്തില്ല? ആയുധങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം സ്ക്യൂരലിന് കൃത്യമായിട്ട് മനസ്സിലായി. നോ വെപ്പൺസ് വിത്ത് ദിസ് ബോയ്. ഓക്കെ, 2 വെപ്പൺസിൻ്റെ പേര് നമുക്ക് അവിടെ കാണാം, കാറ്റപ്പൾസ് ആൻഡ് എ ഗൺ. ഇതുപോലുള്ള വെപ്പൺസ് ഒന്നും ബോയുടെ കയ്യിലില്ല, അല്ലെങ്കിൽ തന്നെ ആക്രമിക്കാനല്ല നമ്മുടെ ബോയ് വന്നിട്ടുള്ളത് എന്ന കാര്യം സ്ക്യൂരലിന് ബോധ്യമായി. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? സ്ക്യൂരൽ ബിക്കംസ് മോർ ഫ്രണ്ട്ലിയർ. നൗ ദേ ആർ ലൈക്ക് ഫ്രണ്ട്സ്, ഹു ദ ബോയ് ആൻഡ് ദ സ്ക്യൂരൽ. Okay, and when I started giving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. Then what happens? The boy started to give some food items to squirrel. Cake, ബിസ്ക്കറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ചില ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു ഡെപ്ത് എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരുന്നു. ദേ ആർ ബിക്കമിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. Before long, he was delving into my pockets and helping himself to whatever he could find. There we can see a new word. Which is the new word? Delving. What's the idea of delving? Delving means to search thoroughly. ഓക്കെ, നന്നായിട്ട് എന്ത് ചെയ്യുന്നു? തിരയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഭയങ്കര ക്ലോസ് ആയി തുടങ്ങിയതോട് കൂടിയിട്ട് സ്ക്യൂരൽ എന്ത് ചെയ്യുന്നു? ബോയുടെ പോക്കറ്റിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. എന്തൊക്കെയാണ് പോക്കറ്റിലുള്ളത് എന്നുള്ള കാര്യം സ്ക്യൂരൽ എന്ത് ചെയ്യുന്നു? സെർച്ച് ചെയ്യുന്നു. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. This squirrel is very young actually. Okay, വളരെ യങ് ആയിട്ടുള്ളൊരു സ്ക്യൂരലാണ്. അതുകൊണ്ട് എന്താണ് ആ സ്ക്യൂരലിൻ്റെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു സജഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത്? ഒരിക്കലും വിശ്വസിക്കരുത്. ഇവിടെ ബോയ്, ഓക്കെ, ദിസ് ബോയ് ഈസ് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനെ വിശ്വസിച്ചതിൽ എന്ത് ചെയ്യുന്നു? സ്ക്യൂരലിനെ കുറ്റപ്പെടുത്തുകയാണ് ആര് ചെയ്യുന്നത്? ദ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദിസ് സ്ക്യൂരൽ. ഓക്കെ, ദ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആർ ബ്ലൈമിങ് ദിസ് സ്ക്യൂരൽ for believing the words of a human being. Okay, in the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. So in the next paragraph we are moving to another scene. It is spring season.
എന്താണ് സ്പ്രിംഗ് സീസണിൻ്റെ പ്രത്യേകത? ഇൻ സ്പ്രിംഗ് സീസൺ ദ നേച്ചർ വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സീസൺ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സീസൺ ഓഫ് ഫ്രൂട്ട്സ്. ഓക്കെ, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് പലതരത്തിലുള്ള ബേർഡ്സ് എന്ത് ചെയ്യുന്നു ഈ സ്പ്രിംഗ് സീസണിൽ നമ്മുടെ ബനിയൻ ട്രീയിലേക്ക് വരുന്നു. ഏതൊക്കെയാണ് ബേർഡ്സ്? ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ദ റെഡ് ബോട്ടം ബുൾബുൾ, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. So the names of some birds are mentioned there. ഏതൊക്കെയായിരുന്നു ആ ബേർഡ്സ്? വൺ ഈസ് ബുൾബുൾ, then pastures, then parrots and crows. ഇവരൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു? സ്ക്വാബ്ലിംഗ്, അനദർ ന്യൂ വേർഡ്, സ്ക്വാബ്ലിംഗ്. എന്താണ് സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ? സ്ക്വാബ്ലിംഗ് മീൻസ് മൈനർ ഫൈറ്റ്, ചെറിയ ചെറിയ തർക്കങ്ങൾ. ഓക്കെ, ഈ പല ബേർഡ്സ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുകയാണ്. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദിസ്? ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ദാറ്റ് ഈസ് ദ റിസൾട്ട്. ഈ സീസണിൽ, സ്പ്രിംഗ് സീസണിൽ, ഈ ഫിഗ് സീസണിൽ ആ ഏരിയയിൽ തന്നെ ഏറ്റവും ശബ്ദമുള്ള ഒരു ഏരിയ ആയിട്ട്, ഒരു സ്ഥലമായിട്ട് എന്ത് മാറുന്നു? ഈ ബനിയൻ ട്രീ മാറുന്നു. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദാറ്റ്? ദ റീസൺ ഈസ് ദ സൗണ്ട് ഓഫ് ദിസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ്. ഓക്കെ, അങ്ങനെ പല ബേർഡ്സിൻ്റെയും പ്രസൻസ് കൊണ്ട് ഒരു ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ബനിയൻ ട്രീ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Okay, next paragraph. Halfway up the tree I had built a small platform on which I would spend the afternoons when it wasn't too hot. Now afternoon time. എങ്ങനെയാണ് നമ്മുടെ ഈ ബോയ് ആഫ്റ്റർനൂൺ സമയം ചിലവഴിക്കുന്നത്? ഒരു ബനിയൻ ട്രീയിൽ ഇരിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യുന്നു. ഓക്കെ, I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. The main activity of the boy. എന്താണ് പ്രധാനമായിട്ടും ബോയ് ചെയ്യുന്നത്? The main activity of the boy in the afternoon time is reading. വായനക്കുള്ള ഒരു ഫെസിലിറ്റി ആ ബനിയൻ ട്രീയിൽ അറേഞ്ച് ചെയ്ത് വായനയിൽ ഏർപ്പെടുകയാണ് നമ്മുടെ ബോയ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? കുഷ്യൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നു. Then Treasure Island, Huckleberry Finn, The Mowgli Stories and the novels of Edgar Rice Burroughs and Louis May Alcott made up my bag of very mixed reading. So the boy is reading different types of stories and novels written by different types of writers. പല റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള പല സ്റ്റോറീസ് നമ്മുടെ ബോയ് വായിക്കുകയാണ് ചെയ്യുന്ന. ആ സ്റ്റോറീസിൻ്റെ ഒക്കെ പേരും റൈറ്റേഴ്സിൻ്റെ പേരൊക്കെ നമുക്കതിൽ എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. When I did not feel like reading, I could look down through the banyan leaves at the world below. ഇനി നമ്മൾ അതിൻ്റെ സെക്കൻഡ് സീനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാനമായിട്ട് 3 എപ്പിസോഡ്സാണ് നമ്മുടെ സ്റ്റോറിയിൽ നടക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ സ്ക്വിറൽ. നൗ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് എപ്പിസോഡ്. എന്താണ് സെക്കൻഡ് എപ്പിസോഡിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ പല സമയത്തും ബോയ് വായന ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ വായിക്കാത്ത സമയത്ത് ബോയുടെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബനിയൻ ട്രീയുടെ താഴെ സംഭവിക്കുന്നത്? ഓക്കെ, അത് ഒബ്സർവ് ചെയ്യുക. ദ ബോയ് ഈസ് ഒബ്സർവിങ് വാട്ട് ഈസ് ഹാപ്പനിങ് അണ്ടർ ദിസ് ബനിയൻ ട്രീ. പലതരത്തിലുള്ള കാഴ്ചകൾ, പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ആ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്? ആക്ടിവിറ്റി നമ്പർ 1, ഗ്രാൻഡ് മദർ ചെയ്യുന്ന എന്താണ്? ഈ അലക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ ഉണക്കാൻ വേണ്ടി വെക്കുന്നു. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം അത് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ആക്ടിവിറ്റി അവിടെ സംഭവിക്കുന്നുണ്ട്. അതും നമ്മുടെ ബോയ് എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു. ദെൻ ദ സെക്കൻഡ് ആക്ഷൻ, വാട്ട് ഈസ് ദാറ്റ്? അറ്റ് ദ കുക്ക് quarreling with a fruit venture. The second activity is related to the കുക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഫ്രൂട്ട് വെഞ്ചർ ഉണ്ട്, ഒരു ഫ്രൂട്ട് സെല്ലർ. വെൻഡർ മീൻസ് സെല്ലർ, വിൽപ്പനക്കാരൻ. അവരുമായിട്ട് എന്ത് ചെയ്യുന്നു? തർക്കത്തിൽ ഏർപ്പെടുകയാണ് നമ്മുടെ കുക്ക് ചെയ്യുന്നു. ഓക്കെ, അതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. നൗ ദ തേർഡ് ആക്ഷൻ. Or at grandfather grumbling at the hardy Indian marigolds which insisted on spring up all over his very English garden. The second activity is related to grandfather. What is grandfather doing? Grandfather ചെയ്യുന്ന അവിടെ ഫ്ലവേഴ്സ് ഉണ്ട്, മാരിഗോൾഡ്സ്.
ഈ ഫ്ലവേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ചില ഹോബീസ് ഉണ്ടായിരിക്കും. പ്രകൃതിയിലെ പല പല എലമെൻസുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ സ്റ്റോറിയിലെ ഗ്രാൻഡ് ഫാദർ. Okay, so these are the 3 activities. First activity is grandmother, related to grandmother. Grandmother എന്ത് ചെയ്യുന്നു, വാഷിംഗ്, ഓക്കെ, അലക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. Then the second activity is related to കുക്ക്. ഓക്കെ, കുക്ക് എന്ത് ചെയ്യുന്നു, അവിടുത്തെ ഫ്രൂട്ട് സെല്ലറുമായിട്ട് എന്ത് ചെയ്യുന്നു, തർക്കത്തിലേർപ്പെടുന്നു. തേർഡ് ആക്ടിവിറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഗ്രാൻഡ് ഫാദറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവിടെയുള്ള ഫ്ലവേഴ്സുമായിട്ട് സംസാരിച്ചു കൊണ്ട് സമയം ചിലവഴിക്കുകയാണ് ഗ്രാൻഡ് ഫാദർ. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോയ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. Then what happens? Usually nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നില്ല. സാധാരണ പോലെ ആ ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ടൈം മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. എന്താണ് ആ സംഭവം? അതിലേക്കാണ് നമ്മുടെ ബോയ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓക്കെ, that was the time I saw a mongoose and a cobra fight to death in the garden. Now comes 2 very important characters here. Who are they? One is a mongoose and another one a cobra. ഞാൻ നേരത്തെ പറഞ്ഞു 3 എപ്പിസോഡ്സ് ആണ്. അതിൽ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇറ്റ്സ് അബൌട്ട് ദ ഫൈറ്റ്. ഓക്കെ, ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് കോബ്ര. ഈ ഫൈറ്റ് സീനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എക്സാമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ലിസൺ വെരി കെയർഫുള്ളി. ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. എ ഫൈറ്റ് ബിറ്റ്വീൻ മംഗൂസ് ആൻഡ് കോബ്ര. വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ദിസ് ഫൈറ്റ്? അതിലേക്ക് നമുക്ക് പോകാം. While I sat directly above them in the banyan tree. ഇവരുടെ ഫൈറ്റ് നടക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ബനിയൻ ട്രീയിൽ ആരിയിരിക്കുന്നത്, നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള, നമ്മുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ബോയ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഹിയർ ഇറ്റ് ഈസ് ഏപ്രിൽ മന്ത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഏപ്രിൽ മന്ത്? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് സമ്മർ സീസൺ. ഓക്കെ, നമ്മൾ സ്പ്രിംഗ് സീസണൊക്കെ കഴിഞ്ഞ് സമ്മർ സീസണിലേക്ക് വരുന്നു. സമ്മർ സീസണ് നമുക്കറിയാം എങ്ങനെയാണ് ക്ലൈമറ്റ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവറി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോഴ്സ്. ഈ കനത്ത ചൂടുള്ളത് കാരണം എന്ത് ചെയ്യുന്നു, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വീടിൻ്റെ ഉള്ളിലാണ്, ആരുൾപ്പെടെ, ഇൻക്ലൂഡിങ് ദി ഗ്രാൻഡ് ഫാദർ. ബട്ട് ദ ബോയ് ഈസ് ഔട്ട്സൈഡ്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. So the boy was feeling drowsy. Drowsy means sleepy. ഓക്കെ, ഈ ആഫ്റ്റർനൂണിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാതെ അങ്ങനെ ഒരു സ്ലീപ്പി ഫീലാണ് നമ്മുടെ ബോയ് അവിടെ ഇരിക്കുന്നത്. ബോയ് ഇടയ്ക്ക് എന്താ ആലോചിക്കുന്നുണ്ട്, ആ പോണ്ടിൽ പോയിട്ടൊന്ന് സ്വിമ്മിങ്ങിൽ ഏർപ്പെട്ടാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബോയ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അപ്പോഴാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കോബ്ര വരുന്നത്. വാട്ട്സ് ദ കളർ ഓഫ് ദിസ് കോബ്ര? ഇറ്റ് ഈസ് ബ്ലാക്ക് കോബ്ര. ഓക്കെ, കുറച്ച് തണുപ്പുള്ള ഏരിയ ലക്ഷ്യമാക്കി ആ ഗാർഡൻ്റെ ഒരു ഭാഗത്തേക്ക് കോബ്ര വരുന്ന കാര്യം നമ്മുടെ ബോയുടെ കണ്ണിൽ പെടുന്നു. At the same time, a mongoose whom I had often seen emerged from the bushes and went straight for the cobra. Then comes the second character. Who is that? Mongoose. ഒരു സൈഡിൽ നിന്ന് ആര് വരുന്നു? കോബ്ര. Then from the opposite direction who is coming? Mongoose is coming. Okay? In a clearing beneath the tree, in bright sunshine, they came face to face. Now they are face to face. One side cobra and the opposite side mongoose. They are getting ready for a fight. What will happen in this fight? That we can see now. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. Okay? അപ്പോൾ നമുക്ക് ആ മംഗൂസിൻ്റെ സ്പെഷ്യാലിറ്റീസാണ് ഇനി പറയുന്നത്. കോബ്രയ്ക്ക് മംഗൂസിനെ പറ്റി, തൻ്റെ എനിമിയെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ആർക്കുണ്ട്? കോബ്രക്കുണ്ട്. ഓക്കെ, എബൌട്ട് ഇറ്റ്സ് സൈസ്, എബൌട്ട് ഇറ്റ്സ് സ്കിൽ, എവറിത്തിങ്. 3 feet long and it was a super fighter,
clever and aggressive. Okay, these are the words related to the skills of mongoose. Super fighter, clever, aggressive, 3 feet long. ഓക്കെ, എന്താണ് ക്ലവർ എന്ന് പറഞ്ഞാൽ? നല്ല കൗശലമുള്ള, വളരെ സൂത്രശാലിയായിട്ടുള്ള, വളരെ അഗ്രസീവായിട്ടുള്ള, അതായത് വളരെ ആക്രമണകാരിയായിട്ടുള്ള ഒരു ആനിമലാണ് ആര്? നമ്മുടെ മംഗൂസ്. But the cobra was skillful and experienced fighter too. Then what about cobra? Cobra was very skillful and experienced also. Okay, നല്ല കഴിവുള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫൈറ്ററാണ് കോബ്ര. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണ്? ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുള്ള സ്കിൽസ് ഉള്ള, ക്വാളിറ്റീസ് ഉള്ള രണ്ട് ജീവികൾ. ഓക്കെ, he could move swiftly and strike with the speed of light, and the sacs behind his long sharp fangs were full of deadly venom. That is a speciality of cobra. Cobra can move swiftly. What is swiftly? Swiftly എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് താൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ആർക്കുണ്ട്? നമ്മുടെ കോബ്രക്കുണ്ട്. ദ കോബ്ര ക്യാൻ മൂവ് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വേഗതയിൽ മൂവ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടി നമ്മുടെ കോബ്രക്കുണ്ട്. കോബ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ടീത്ത്. ഓക്കെ, ഷാർപ്പ് ഫാങ്സ്. അതിൻ്റെ ബാക്കിലായിട്ട് ചില സാക്സ്, ചെറിയ ചെറിയ കവേഴ്സ് ഉണ്ട്. ഈ കവേഴ്സിലുള്ളത് എന്താണ്? വിനം. ഓക്കെ, വിനം, വിഷം. അപ്പോൾ അത്രയും സ്കില്ലായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള രണ്ട് ജീവികൾ എന്ത് ചെയ്യുന്നു? ഫേസ് ടു ഫേസ് വരുന്നു. ഒരു സൈഡിൽ കോബ്ര, ഒരു സൈഡിൽ നമ്മുടെ മംഗൂസ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് champions. So really it will be a battle of champions. Both of them are actually champions. ആരായിരിക്കും ഈ ഫൈറ്റിലെ വിജയി? ഇറ്റ് മേ ബി കോബ്ര or it may be mongoose. Who will become the champion? Okay, that we can see. So wait and see.